നിങ്ങളുടെ വീട്ടിലോ കസിൻസോ ഫ്രണ്ട്സോ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത്, ഒരു ദുരനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് വാങ്ങാൻ പോകുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടപ്പോൾ എന്തോ എനിക്കൊരു വിശ്വാസം അങ്ങനെ വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് എനിക്ക് ഇത്രയും പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കിത് 8ൻ്റെ അല്ല 16ൻ്റെ പണി തന്നു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ സ്കിൻ ടോണിനേക്കാളും താഴ്ന്നു പോവുക, ഡാർക്ക് ആവുക എന്നാൽ അത്രയും ഡാർക്ക് ആവുക. അന്നേരം എന്തോ എൻ്റെ ഫേസ് അയക്കുക, എനിക്കറിയണില്ല എന്താന്ന്. കുറേ ആൾക്കാർ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് സുഖമായിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കണ്ടൻറ്റാണ്. അപ്പോൾ എത്ര ആൾക്കാർക്ക് ഇഷ്ടാവില്ല എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും വല്ലാതെ ബോറടിപ്പിക്കണില്ല, ഞാൻ വീഡിയോ കിടക്കാട്ടോ. അപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആയിട്ടൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ പറയണമെന്ന് വിചാരിച്ചിട്ടേനു. എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം കേട്ടോ. ഇത് ഡെർംഡോക്കിൻ്റെ 2% കോജിക് ആസിഡാണ്. അപ്പോൾ ഇത് അധികം ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാർ റിവ്യൂ ചെയ്തൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ ആട്ടോ ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഞാനിത് പറഞ്ഞു കേട്ടിട്ട് ഇനി ഇതാരും വാങ്ങാതിരിക്കണ്ട. വാങ്ങണതും വാങ്ങാത്തതൊക്കെ നിങ്ങളിഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇത് എന്താണ് ബെനിഫിറ്റ്, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവില്ല, നമ്മളെ ഫേസിലുണ്ടാവുന്ന പിമ്പിൾസിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് പോകാനായിട്ട്, പിന്നെ അണീവൻ സ്കിൻ ടോൺ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ടുള്ള ടാൻ, ഇതേപോലെ തന്നെ കരിവാളിപ്പ് അങ്ങനത്തെ ഒക്കെ മാറാൻ വേണ്ടിയിട്ട്, ഡാമേജ് സ്കിന്നിനെ റിക്കവർ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെലാറ്റോണിനും അതേപോലെ തന്നെ കോജിക് ആസിഡുമാണ്. അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സൊക്കെ ഇതിനെപ്പറ്റി കോജിക് ആസിഡിനെ പറ്റി റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിയത് കേട്ടോ. പിന്നെ ഈ സാധനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും ഇനി വാങ്ങി യൂസ് ചെയ്ത ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1 മാസത്തോളമായി യൂസ് ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് എൻ്റെ ഫേസിൽ ഒരു എന്താ പറയുക, ഈ പറയണ ഒരു ഗുണങ്ങളും എനിക്ക് കിട്ടിയിട്ടില്ല, സത്യസന്ധമായി പറയണേ. അപ്പോൾ ഇത് വാങ്ങിയിട്ട് 8ൻ്റെ പണി കിട്ടിയ ആളാണ് ഞാൻ. ഫസ്റ്റ് ഞാൻ ഇത് യൂസ് ചെയ്ത സമയത്ത് എൻ്റെ ഫേസിലൊരു പിമ്പിൾ വന്നു. അപ്പോൾ ഞാൻ കാര്യമാക്കിയില്ല. 2ാമതും വന്നു, 3ാമതും വന്നു, 4ാമതും വന്നു. അങ്ങനെ ഒരു 5-6 വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഫേസിന് പറ്റൂല എന്നിട്ടോ. അപ്പോൾ ഞാൻ സ്റ്റോപ്പാക്കിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ മറ്റേ കുരുക്കൾ വന്ന പാടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കസിനുണ്ട്, ഓളിത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് വെളുത്തിട്ട് പാറാൻ വേണ്ടി വാങ്ങിച്ചോന്നല്ല, അപ്പോൾ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ ഇതിനെപ്പറ്റി നല്ല റിവ്യൂ ആണ്, സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഓളെ സ്കിന്ന് നോക്കിയപ്പോൾ ഓൾക്കൊരു കുഴപ്പമില്ല. ഓള് ഫേസിലൊക്കെ നല്ല പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ റിമൂവായി നല്ല ഫേസൊക്കെ നല്ല എന്താ പറയുക സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഒന്ന് വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് പർപ്പിളാണ് കിട്ടുക. പർപ്പിൾ ആപ്പ് ഉണ്ടാവില്ലേ, പർപ്പിൾ ആപ്പ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം. നമ്മളെ ഈ എന്താണ് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു ആപ്പാണ് പർപ്പിൾ ആപ്പ്. പർപ്പിൾ ആപ്പിൽ ഇതിൽ 300 റുപ്പീസാണ് വരുന്നത്. പക്ഷേ ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ എനിക്ക് 350 രൂപ വന്നു കേട്ടോ ഈ ഒരു ബോട്ടിൽ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ ഈ പരസ്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല റേറ്റൊക്കെ തോന്നി. പക്ഷേ 350 രൂപക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ, അതും ഡോക്ടേഴ്സൊക്കെ പറയുന്ന ഒരു പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി വലിയ കുഴപ്പമില്ലല്ലോ, നമുക്ക് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. ഞാൻ ഇത് യൂസ് ചെയ്ത് ഇത്രത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലാട്ടോ. ഞാൻ കാണിച്ചതാ. നല്ലൊരു മൈൽഡായിട്ടുള്ളൊരു ക്രീമാണ്, മോയ്സ്ചറൈസറാണ്. നല്ലൊരു ക്രീമി ടെക്സ്ചറാട്ടോ ഇതിന് വരുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് അവിടെ കിടക്കുകയാണ്. പക്ഷേ ഞാനത് കൈമലും കാൽമലൊക്കെ യൂസ് ചെയ്യും കേട്ടോ, അത് വേറെ കാര്യം. നല്ലൊരു മോയ്സ്ചറൈസറാണ്, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ പിമ്പിൾസ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കാര്യമാക്കിയില്ല വെച്ചാൽ അത് സാധാരണയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ യൂസ് ചെയ്തു. ഒരു 4-5 ആഴ്ച യൂസ് ചെയ്തു. ഒരു മാറ്റം എനിക്കുണ്ടായില്ല. എൻ്റെ ഫേസ്
ഞാൻ നല്ല വെളുത്തിട്ടാണ് അങ്ങനെ ഒന്നല്ല കേട്ടോ പറയുന്നത്. ഡാർക്ക് ആവുക, ഉള്ള സ്കിൻ ടോണിനേക്കാളും താഴ്ന്നു പോവുക, ഡാർക്ക് ആവുക എന്ന് പറഞ്ഞാൽ അത്രയും ഡാർക്ക് ആവുക. എനിക്ക് തന്നെ തോന്നുന്നു എൻ്റെ ഫേസ് എന്തോ ഡള്ളാവുക, എനിക്കറിയില്ല, ഒരു തരം എന്തോ എൻ്റെ ഫേസ് ആയിക്കുക, എനിക്കറിയണില്ല എന്താന്ന്. ഞാൻ പിന്നെയും കാര്യമാക്കിയില്ല, പിന്നെ ഇത് യൂസ് ചെയ്തു, പിന്നെ എനിക്ക് മനസ്സിലായി ഈ സാധനം ഉണ്ടല്ലോ എനിക്ക് 8ൻ്റെ പണിയൊന്നുമെന്ന്. എനിക്ക് മനസ്സിലായി ഇതെനിക്ക് പറ്റൂല, എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റൂല എന്ന്. അപ്പോഴാണ് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യണം ഏത് സ്കിൻ ടൈപ്പിന് അത് പറ്റാത്തത്. അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പാക്കിട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചും കണ്ണിയും കണ്ട ക്രീമൊക്കെ പോയി വാങ്ങിയിട്ടല്ലേ അങ്ങനെ വിചാരിക്കും. പക്ഷെ ഇതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല എന്ന് എല്ലാവരും പ്രൂവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ക്രീം വാങ്ങിച്ചത്. ഇതൊരു ബാഡ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല കേട്ടോ. ഇത് വാങ്ങാൻ പോണ ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ടെസ്റ്റ് നടത്തി നോക്കുക. നമ്മൾ ചെവിൻ്റെ ബാക്കിലൊക്കെ ഒരാഴ്ചത്തോളം യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യരുത് കേട്ടോ, ഒരിക്കലും യൂസ് ചെയ്യരുത്. നമ്മളെ ഫേസിക്ക് പറ്റാത്ത ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യരുത്. എനിക്കിത് 8ൻ്റെ അല്ല 16ൻ്റെ പണി തന്നു വേണമെങ്കിൽ പറയാം. ഞാനങ്ങനെ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ഒരാളല്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ എന്തോ എനിക്കൊരു വിശ്വാസം അങ്ങനെ വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് എനിക്ക് ഇത്രയും പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഒരുപാട് ഹോം റെമഡീസൊക്കെ ചെയ്തുകൊണ്ടാണ് പിന്നെ റിക്കവർ ആക്കിയെടുത്തത്. പക്ഷെ നമ്മൾ വെളുത്തിട്ട് തുടിച്ച് നിൽക്കണം അങ്ങനെയൊന്നുമല്ല, ഉള്ളതൊന്നും കൊണ്ട് സ്കിന്നൊക്കെ നല്ല ആക്റ്റീവായിട്ട് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്നും പോകാൻ വേണ്ടി ആരും ആഗ്രഹിക്കില്ല, അതേപോലെ ആഗ്രഹിച്ചിട്ടുള്ളൂ ഞാനും. ഇനി ഇത് വാങ്ങാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിലോ കസിൻസോ ഫ്രണ്ട്സോ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും കുറച്ച് വാങ്ങിച്ചിട്ട് ആദ്യം യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ 350 റുപ്പീസ് വെറുതെ പോയി എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ ഫേസിൽ അല്ലെങ്കിലും കൈമലും കാൽമലൊക്കെ ഒരു മോയ്സ്ചറൈസറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പിന് പറ്റും എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അതാ ഡ്രൈ സ്കിന്നിന് പറ്റും, അതേപോലെ തന്നെ ഓയിലി സ്കിന്നിന് പറ്റും, നോർമൽ സ്കിന്നിന് പറ്റും, കോമ്പിനേഷൻ സ്കിന്നിന് പറ്റും. അപ്പോൾ നമ്മുടെ സ്കിൻ ഏതാണോ നോക്കിയിട്ട് യൂസ് ചെയ്യണതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പറ്റാത്ത സ്കിൻ ടൈപ്പ് എന്ന് വെച്ചാൽ സെൻസിറ്റീവ് സ്കിന്നിന് പറ്റൂല കേട്ടോ. ഒരിക്കലും സെൻസിറ്റീവ് സ്കിന്നുകാർ ഇത് യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. സ്കിൻ ടൈപ്പ് ഇങ്ങനെ ഇപ്പോൾ ഓരോ പാർട്ടായിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മളെ സ്കിന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് കേട്ടോ ഞാൻ ഇങ്ങനെ കുറച്ചായിട്ട് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നീക്കുന്ന ടൈമിൽ നമ്മളെ ഫേസൊക്കെ നല്ല ഇങ്ങനെ എന്താ പറയുക വലിഞ്ഞ പോലെയൊക്കെ ഇരിക്കുക. അങ്ങനത്തെ ഫേസാണോ നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണ്. ഓയിലി സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നീക്കുന്ന ടൈമിൽ നമ്മളെ ഫേസൊക്കെ നല്ല ഓയിലി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എപ്പോഴും പിമ്പിൾസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്ന് ഓയിലി സ്കിന്നൊക്കെ. പിന്നെ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓയിലിയും കുറച്ച് ഡ്രൈ ഒക്കെ ആയിട്ട് ഇപ്പോൾ ഫേസിൽ ഇവിടെ കുറച്ച് ഓയിലി, പിന്നെ ഇവിടെ കുറച്ച് ഓയിലി, പിന്നെ ഇവിടെയൊക്കെ ഡ്രൈ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇവിടെ മാത്രമല്ല കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ ഓയിലി പിന്നെ കുറച്ച് ഡ്രൈ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓൾത് കോമ്പിനേഷൻ സ്കിന്നേക്കാരം. പിന്നെ നോർമൽ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും തോന്നണില്ല, ഡ്രൈനെസ്സും തോന്നണില്ല, ഓയിലും തോന്നണില്ല. ആ സ്കിന്നിന് പറയുന്ന പേരാണ് നോർമൽ സ്കിന്ന്. അപ്പോൾ എല്ലാവരും നിങ്ങളെ സ്കിൻ ഏതാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒക്കെ നോക്കിയിട്ട് നമുക്ക് പറ്റൂല, നമ്മളെ ഫേസിന് അത് പറ്റൂല തോന്നി അപ്പോൾ നിർത്തണം. പിന്നെ അത് യൂസ് ചെയ്യരുത്. എൻ്റെ പോലെ 8ൻ്റെ പണി കിട്ടരുത്. എല്ലാവരും ഇതിനെക്കുറിച്ച് നല്ല റിവ്യൂ പറയണേ. എല്ലാവരും എല്ലാം ചില ആൾക്കാർക്ക് പിമ്പിൾസൊക്കെ വന്നിക്കണം. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഫേസിലുള്ള ഞാൻ ഫോട്ടോ കൊടുക്കണ്ട കേട്ടോ, ലാസ്റ്റിൽ ഞാൻ കൊടുക്കണ്ടേ എൻ്റെ ഫേസിൽ എനിക്കുണ്ടായ മാറ്റങ്ങൾ, ഡൾനെസ്സും അതേപോലെ തന്നെ പിമ്പിൾസൊക്കെ ഞാൻ ഫോട്ടോ സഹിതം ഞാൻ കൊടുക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ റിക്കവറാക്കി എടുത്തതാണ് ഗെയ്സ്. അപ്പം ഞാനിങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത്, ഒരു ദുരനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് വാങ്ങാൻ പോകുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പറ്റൂല എന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തട്ടോ. നിർത്തിയെന്ന് വിചാരിച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാതിരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കൈമലും കാൽമലൊന്നും യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ എന്താണ്, ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് വാങ്ങാൻ നോക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് യൂസ് ചെയ്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എല്ലാവരും സ്കിന്നും ഒരേപോലെ ആവണമെന്നില്ല. ചില ആൾക്കാർക്ക് നല്ല യൂസ്ഫുൾ ആവും, ചില ആൾക്കാർക്ക് യൂസ്ഫുൾ ആവില്ല. നല്ല റിസൾട്ട് കിട്ടിയ ആൾക്കാരും ഉണ്ട് കേട്ടോ. ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല റിവ്യൂ കിട്ടിയ ആൾക്കാരും ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് പണി കിട്ടിയ ആൾക്കാരും എനിക്കറിയാം.
യൂസ് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത് എല്ലാ എന്ത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും അത് നോക്കിയിട്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.